മധ്യകേരളത്തിലും മുന്നണികളെ വെട്ടിലാക്കി വിമതരെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമവും പാളിയതോടെ UDF-നും LDF-നും NDA-ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപോലെ തലവേദനയാണ്. കടമക്കുടി ഡിവിഷനിൽ പത്രിക തള്ളിയതിനെതിരെ UDF സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് 6 മുസ്ലിം ലീഗിന് 2 വിമത സ്ഥാനാർത്ഥികളുള്ളത്. ആലങ്ങാട്, കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പത്രിക തള്ളിയതും UDF-ന് തിരിച്ചടിയായി. പത്രിക തള്ളിയത് മൂലം സ്ഥാനാർത്ഥിയല്ലാതായ LC ജോർജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ചെർളായി ഡിവിഷനിൽ BJP-യുടെ ശ്യാമള S. പ്രഭു വിമതയായി മത്സരിക്കുന്നതും BDJS-ഉമായുള്ള തർക്കങ്ങളും NDA-ക്ക് വെല്ലുവിളിയാണ്. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ മറ്റിടങ്ങളിൽ CPM-CPI തർക്കമാണ് LDF-ന് വിമത ഭീഷണി ഉയർത്തുന്നത്. കോട്ടയത്ത് കോൺഗ്രസിൽ 9 വിമതർ മത്സര രംഗത്തുണ്ട്. കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെതിരെ പ്രേം ജോസ് കൂരമറ്റുമാണ് വിമതനായി മത്സരിക്കുന്നത്. എരുമേലി പഞ്ചായത്തിൽ 3 വിമത ശല്യമുണ്ട്. ഈരാറ്റുപേട്ട ബ്ലോക്കിലാണ് മറ്റൊരു വിമത സ്ഥാനാർത്ഥി. മുണ്ടക്കയത്ത് കേരള കോൺഗ്രസ് M-നെതിരെ CPM വിമതൻ മത്സര രംഗത്തുണ്ട്. ഏറ്റുമാനൂർ നഗരസഭയിൽ 30-ാം വാർഡിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം V. ജയപ്രകാശിനെതിരെ CPM പ്രവർത്തകൻ VP ബിനീഷും മത്സരിക്കും. തൃശൂർ കോർപ്പറേഷനിൽ UDF-നെതിരെ 7 LDF-നെതിരെ 4 BJP-ക്കെതിരെ 1 വിമത സ്ഥാനാർത്ഥിയുണ്ട്. ഇടുക്കി കട്ടപ്പനയിൽ 4 കോൺഗ്രസ് വിമതർ മത്സരിക്കും. ആലപ്പുഴയിൽ വിമതശല്യം 3 മുന്നണികൾക്കും ഭീഷണിയാണ്. ആലപ്പുഴ രാമങ്കരയിൽ LDF വിട്ട CPI 6 വാർഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.